ഹായ് ഹലോ അങ്കംവെട്ടിൻ്റെ ഒരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട 3 പ്രധാന കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന്. അതിൽ ആദ്യത്തെ കാര്യം തെളിമ പദ്ധതിയാണ്. രണ്ടാമത്തെ കാര്യം വരുന്നത് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണ്. മൂന്നാമത്തെ കാര്യം വരുന്നത് ഫേസ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. അതായത് മാസ്റ്ററിങ് നടത്താനുള്ള ഫേസ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ കാര്യം തെളിമ പദ്ധതിയാണ്. തെളിമ പദ്ധതി പ്രധാനമായിട്ടും വരുന്നത് റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനും അതേപോലെ റേഷൻ കാർഡിലെ മാറ്റങ്ങൾ വരുത്താനും കൂടിയിട്ടാണ് ഈ പദ്ധതി വീണ്ടും ആരംഭിച്ചിട്ടുള്ളത്. ഇത് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്. ഇത് വീണ്ടും ആരംഭിച്ചിട്ടുള്ളതാണ് 2024. ഈ പദ്ധതിയിലെ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തിരുത്താനും അതേപോലെ തന്നെ മാറ്റങ്ങൾ വരുത്താനും ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് പേര് വിവരങ്ങളാണ്. രണ്ടാമതായിട്ട് വരുന്നത് വയസ്സാണ്. മൂന്നാമതായിട്ട് വരുന്നത് മേൽവിലാസമാണ്. നാലാമതായിട്ട് വരുന്നത് കാർഡ് ഉടമയുമായിട്ടുള്ള ബന്ധമാണ്. അഞ്ചാമതായിട്ട് വരുന്നത് LPG കണക്ഷനുകൾ, വൈദ്യുത കണക്ഷനുകൾ തുടങ്ങിയവ റേഷൻ കാർഡുമായിട്ട് ആഡ് ചെയ്യാനുള്ളതാണ്. ആറാമതായിട്ട് വരുന്നത് വരുമാനത്തിലെ മാറ്റമാണ്. ഏഴാമതായിട്ട് വരുന്നത് പുതിയ പേരുകൾ ചേർക്കാനും അതേപോലെ തന്നെ മരിച്ചുപോയവരുടെ പേരുകൾ നീക്കം ചെയ്യാനുമാണ്. ഈ കാര്യങ്ങളാണ് തെളിമ പദ്ധതിയിലൂടെ നമുക്ക് തെറ്റുകൾ തിരുത്താനും അതേപോലെ തന്നെ മാറ്റങ്ങൾ വരുത്താനും പറ്റുന്ന കാര്യങ്ങൾ. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകളും അതിനോടനുബന്ധ രേഖകളും അടക്കം റേഷൻ കടകളിലെ തെളിമ ബോക്സിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഈ പദ്ധതി ഇതുവരെ നിലവിൽ അറിയിച്ചിട്ടുള്ളത് 15/12/2024 വരെയാണ് ഉള്ളത്. അതിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനും അതുപോലെ മാറ്റങ്ങൾ വരുത്താനും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റേഷൻ കാർഡിലെ മുൻഗണനാ വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാനുള്ള കാര്യങ്ങളാണ്. പ്രധാനമായും നീല അതേപോലെ വെള്ള കാർഡുകാർക്കാണ് മുൻഗണനാ വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് പ്രധാനമായും ഓൺലൈൻ വഴിയാണ് ഈ പരിപാടി ചെയ്യേണ്ടത്. ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കാത്തവരുടെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനമായും 1000 സ്ക്വയർ ഫീറ്റ് മുകളിൽ വീടുള്ളവർ, 4 ചക്ര വാഹനമുള്ളവർ, 25,000 രൂപയിൽ കൂടുതൽ മാസവരുമാനം വാങ്ങുന്നവർ, 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി അടയ്ക്കുന്നവർ, സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവർ, ഇവർക്കൊന്നും ഈ മുൻഗണനാ വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ഇതിന് ആവശ്യമായ രേഖകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിലാദ്യമായി വരുന്നത് പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണ്. രണ്ടാമതായിട്ട് വരുന്നത് വാടക വീടാണെങ്കിൽ വാടക വീടിൻ്റെ കരാർ പത്രവും അതുപോലെ തന്നെ വാടക വീട് ആണെന്ന് തെളിയിക്കുന്ന രേഖകളുമാണ്. അടുത്തതായിട്ടുള്ളത് BPL ലിസ്റ്റിൽ ഉൾപ്പെടുകയോ അല്ലെങ്കിൽ BPL കാർഡിന് അർഹതയുണ്ടെന്ന് പഞ്ചായത്തിൽ നിന്ന് തെളിയിക്കുന്ന രേഖകളാണ്. അടുത്തതായിട്ട് മാരക രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വികലാംഗ സർട്ടിഫിക്കറ്റ്. അടുത്തതായിട്ട് സർക്കാർ പദ്ധതിയിൽ ലഭിച്ച വീടാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകൾ. അടുത്തതായിട്ട് 21 വയസ്സ് പൂർത്തിയായ പുരുഷന്മാർ ഇല്ലാത്ത നിരാലംബരായ വിധവകൾ അവരുടെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് വെച്ച് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാവുന്നതാണ്. ഈ രേഖകൾ ഉള്ളവർക്ക് ഈ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ കാലാവധി 25/11/24 മുതൽ 10/12/24 വരെയാണ് ഇതിന്റെ കാലാവധി ഉള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ അപേക്ഷിക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് മേര KYC ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാസ്റ്ററിങ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആധാർ ഫേസ് RD ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം അതിൽ നിന്ന് മേര KYC ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്ത നമ്പറിലേക്ക് OTP വരുന്നതാണ്. ഈ OTP എൻ്റർ ചെയ്തതിന് ശേഷം KYC ആക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു വൃത്തം വരും. ആ വൃത്തത്തിൽ നമ്മുടെ തല കറക്റ്റായി വരുന്ന രീതിയിൽ പിടിച്ചിട്ട് 2 വട്ടം കണ്ണ് ചിമ്മുക. ഈ ഒരു പ്രോസസ്സിന് ശേഷം നമ്മുടെ മാസ്റ്ററിങ് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ലളിതമായിട്ട് നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് മാസ്റ്ററിങ് പരിപാടി ചെയ്യാവുന്നതാണ്. ഇതിന്റെ കാലാവധി 30/12/2024 വരെയാണ്. അതിനുള്ളിൽ തന്നെ എല്ലാവരും മാസ്റ്ററിങ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ.